ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് വിയറ്റ്നാം വിശേഷങ്ങൾ. സോ ഡനാങ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് പോകുന്നത് വിയറ്റ്നാമിൻ്റെ തന്നെ ക്യാപിറ്റൽ സിറ്റിയായ ഹാനോയിലോട്ടാണ്. ഡനാങ് ടു ഹാനോയി റോഡ് വഴിയോ ട്രെയിൻ വഴിയോ പോകുകയാണെങ്കിൽ ഏകദേശം ഒരു 14 to 16 hours എടുക്കും. സോ വി ഡിസൈഡഡ് ടു ടേക്ക് ദി ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരു 1.5 hours കൊണ്ട് ഹാനോയിലെത്തി. ഹാനോയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഓൾഡ് ക്വാർട്ടേഴ്സിലായിരുന്നു. ഹാനോയിൽ വന്നത് ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. സോ നമ്മൾ അടുത്ത ദിവസം ഹാലോങ് ബേ ബീച്ചിലോട്ടാണ് പോകുന്നത്. ഞാനും ബോണിയും ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് കേട്ടോ ഇത്. സോ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറോളം യാത്രയുണ്ട് ഈ ഹാലോങ് ബേ ബീച്ചിലോട്ട്. ഇത്രയും വൈകുന്നത് വിയറ്റ്നാമിലെ ട്രാഫിക് ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ കാര്യം പറയാണ്ട് വയ്യ, എപ്പോഴും തിക്കും തിരക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാലത്തെ 7 മണിക്ക് തന്നെ പുറപ്പെട്ടു. രാവിലത്തെ ആ ഒരു തിരക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാലോങ് ബേയിലേക്ക് പോകുന്ന വഴി ഷോപ്പിങ്ങിനും വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് ഒരു കോട്ടൺ ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് വെറുമൊരു ഷോപ്പിംഗ് പ്ലേസ് മാത്രമല്ല, വിയറ്റ്നാമിൻ്റെ തന്നെ ട്രഡീഷണൽ കോട്ടൺ ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ നേരിട്ട് കാണാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ട് കൂടിയായിരുന്നു. കോട്ടൺ ചെടിയിൽ നിന്ന് പഞ്ഞി എടുക്കുന്നത് മുതൽ അത് നൂലാക്കി മാറ്റി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും ഒക്കെ ഉണ്ടാക്കുന്നത് ഇവർ ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ തന്നെ ലോക്കൽ നെയ്ത്തുകാരുടെയും ആ സ്കില്ലും സ്പീഡും ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് കളർ ചെയ്ത പ്യുവർ കോട്ടൺ പ്രോഡക്ട്സാണ് ഇവിടെ ഉള്ളത്. വിയറ്റ്നാമീസിൻ്റെ തന്നെ സ്റ്റൈലിലുള്ള സ്കാർഫുകളും ഡ്രസ്സുകളും ഒക്കെ വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. ഒരല്പം വില കൂടുതലാണ്, പക്ഷേ ഇവരുടെ ഒരു ഹാർഡ് വർക്കൊക്കെ നേരിട്ട് കാണുമ്പോൾ അത് വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് മനസ്സിലാകും. സോ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഹാലോങ് ബേ ബീച്ചിലോട്ടാണ്. ക്രൂസിലാണ് ഇനി നമ്മുടെ യാത്ര. എൻ്റെയും ബോണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ വിയറ്റ്നാമിൽ ചെന്നിട്ട് ഈ ഒരു ക്രൂസിൽ കയറണമെന്നത്. ഹാലോങ് ബേ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ക്രൂസിനകത്ത് പ്ലാസ്റ്റിക്സ് ആർ നോട്ട് അലൗഡ് ആണ്. ഇനി ഇവിടെ ഭയങ്കര വെയിലായിരിക്കും. സോ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ഹാറ്റ് കൊണ്ടുവരിക. ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് ഇന്നലെ തന്നെ നമ്മുടെ ഗൈഡ് തന്നിട്ടുണ്ടായിരുന്നു. ദേ കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് ക്രൂസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോകുന്നത് ഈ ഹാലോങ് സൊനാറ്റ ക്രൂസിലാണ്. ഇതിനകത്താണ് നമ്മൾ ഇന്ന് മുഴുവൻ ഹാലോങ് ബേ ബീച്ച് കറങ്ങാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ ക്രൂസിൻ്റെ ഇൻസൈഡ്. ചെന്നപ്പോൾ തന്നെ ലഞ്ചിന് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് വിൻഡോ സൈഡിലിരുന്ന് ലഞ്ച് കഴിച്ചു. ഇവിടുത്തെ എമറാൾഡ് ഗ്രീൻ നിറത്തിലുള്ള ആ ഒരു ബീച്ചും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയ ലൈം സ്റ്റോൺസും ഒക്കെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഫീല്, അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ടോട്ടലി മാജിക്കൽ. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ക്ലീനാക്കി സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ക്രൂസ് ഒരു 3 സ്പോട്ടിൽ നിർത്തുന്നുണ്ട്. ആദ്യത്തെ സ്പോട്ടാണ് ടീ ടോപ്പ് ഐലൻഡ് ബീച്ച്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്രസൻറ്റ് ഷേപ്പിലുള്ള ഒരു വൈറ്റ് സാൻഡ് ബീച്ചാണ്. ഇവിടുത്തെ കടലിൽ ഒഴുക്ക് കുറവായതുകൊണ്ട് തന്നെ നീന്താൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്പോട്ട് കൂടിയാണിത്. ടീ ടോപ്പ് ഐലൻഡിന് ശേഷം നമ്മുടെ ക്രൂസ് നിർത്തുന്നത് ലൈംസ്റ്റോൺ കേവിലൂടെയുള്ള ഒരു കയാക്കിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഹാലോങ് ബേയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയ ക്രൂസ് കപ്പലുകൾക്ക് പോകാൻ പറ്റാത്ത ഹാലോങ് ബേയിലെ ഹിഡൻ സ്പോട്ടിലേക്ക് പോകാൻ ഈ കയാക്കിംഗ് തന്നെയാണ് ഒരേ ഒരു വഴി. ഗ്രീൻ കളറിലെ ശാന്തമായ ബീച്ചിലൂടെ വലിയ പാറക്കെട്ടുകൾക്ക് അടുത്തൂടെ സ്വന്തമായി തുഴഞ്ഞു പോകുന്ന ആ ഒരു ഫീല് ശരിക്കും നെക്സ്റ്റ് ലെവൽ തന്നെയാണ്.
കയാക്കിംഗ് ആക്ടിവിറ്റീസിന് ശേഷം ഹാലോങ് ബേയിലെ തന്നെ ഏറ്റവും മനോഹരമായ മറ്റൊരു ഗുഹയിലോട്ടാണ് പോയത്. തിയേൻ കുങ് അഥവാ ഹെവൻലി പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ ഉൾവശം അത്രത്തോളം ആഡംബരപൂർണമായ ഒരു കൊട്ടാരം പോലെയാണ് പ്രകൃതി കൊത്തിയെടുത്തിരിക്കുന്നത്. ഇതിനെ അതിശയിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേവ് താങ്ങി നിർത്തിയിരിക്കുന്നത് 4 പില്ലേഴ്സിലാണ്. ഇവിടുത്തെ പാറകളിൽ നോക്കിയാൽ പക്ഷികളുടെയും പൂക്കളുടെയും മനുഷ്യരുടെയൊക്കെ പലതരം ഭാവങ്ങൾ കാണാൻ സാധിക്കും. ഗുഹയ്ക്കുള്ളിലെ ചെറിയ നീരുറവകളും അതിലേക്ക് വീഴുന്ന വെളിച്ചവും ഒരു മിസ്റ്റിക്കൽ വൈബ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹാലോങ് ബേ വിശേഷങ്ങൾ. ഇഫ് യു ആർ പ്ലാനിങ് എ ട്രിപ്പ് ടു വിയറ്റ്നാം ഓർ ജസ്റ്റ് ലവ് ടു ട്രാവൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ഫോർ നൗ.